നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ജുനൈദ് കൈപ്പാണി രചിച്ച വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന പുസ്തകം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ മുൻ MP MV ശ്രേയസ് കുമാർ പ്രകാശനം ചെയ്തു. പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് മുൻ മന്ത്രി CK നാണു ഏറ്റുവാങ്ങി. യശശരീരനായ എഴുത്തുകാരൻ MP വീരേന്ദ്രകുമാറിന്റെ വസതിയിലായിരുന്ന ലക്ഷ്മിഗിരിയിൽ വച്ചായിരുന്നു പ്രകാശന ചടങ്ങ്. ഏഷ്യൻ ഗ്രഫാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ഡോക്ടർ MT തോമസ് ഐസക്കാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത്. പുസ്തകത്തിന്റെ കവർ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ മാർച്ച് ആദ്യവാരം നിർവഹിച്ചിരുന്നു. ക്ഷേമപ്രവർത്തനങ്ങളും വികസന വിഷയങ്ങളും തൊട്ടറിയാൻ വയനാട് ജില്ലയിലുടനീളം സഞ്ചരിച്ച് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആകെയുള്ള 582 ജനപ്രതിനിധികളെയും നേരിൽ കണ്ട് നടത്തിയ അഭിമുഖത്തിന്റെയും സംവാദത്തിന്റെയും വെളിച്ചത്തിൽ ജുനൈദ് കൈപ്പാണി തയ്യാറാക്കിയ പഠനരേഖയാണ് ഈ ഗ്രന്ഥം. വികേന്ദ്രീകൃതാസൂത്രണത്തിന്റെ കുതിപ്പും കിതപ്പും ഇതിൽ പഠന വിധേയമാക്കുന്നുണ്ട്. ഗവേഷകർക്കും ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മാത്രമല്ല, സാധാരണ വായനക്കാർക്കും ഈ കൃതി വഴി വെളിച്ചമാകും. ത്രിതല സംവിധാനവും മുന്നോട്ട് വയ്ക്കുന്ന അധികാര വികേന്ദ്രീകരണവും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളും എത്രമാത്രം ലക്ഷ്യവേദിയാകുന്നുവെന്ന് തൃണമൂല തലത്തിൽ നടത്തിയ മൗലികവും സമഗ്രവുമായ പഠനത്തിന്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ഗ്രന്ഥകാരൻ കൃതിയിലൂടെ ചെയ്യുന്നത്. കേന്ദ്രീകൃത അധികാരം ദുഷിപ്പിക്കുകയും സമൂലാധികാരം സമ്പൂർണ്ണം ദുഷിപ്പിക്കുകയും ചെയ്യുമെന്നും അധികാരം എത്രത്തോളം കേന്ദ്രീകൃതമാകുന്നോ അവിടെ ജനാധിപത്യത്തിന്റെ സാധ്യത പരിമിതികൾ നിറഞ്ഞതാവുമെന്നും ജുനൈദ് കൈപ്പാണി നിരീക്ഷിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ ഈ പരിമിതിയെ ജനകീയാസൂത്രണം എന്ന ചരിത്ര മുന്നേറ്റത്തിലൂടെ കേരളം മറികടന്ന് 1/4 നൂറ്റാണ്ട് പിന്നിട്ടതിന്റെ വിജയരഹസ്യങ്ങളുടെ ആശയ അടിത്തറ ഗ്രന്ഥത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. പ്രാദേശിക ചരിത്ര ഗവേഷകൻ ഡോക്ടർ ബാവ K പാലക്കുന്നിന്റെ മുഖക്കുറിപ്പും പുസ്തകത്തിലുണ്ട്. കേരളത്തിന്റെ നേട്ടങ്ങളും വികസന പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്ന പഠനങ്ങൾ സമീപകാലത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാ വിഭാഗം വായനക്കാർക്കും ഗ്രഹ്യമായ വിധം കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന പുസ്തകമാണിതെന്നാണ് ഡോക്ടർ ബാവ മുഖക്കുറിപ്പിൽ എഴുതുന്നത്. ഗ്രന്ഥകാരന്റെ വൈവിധ്യമാർന്ന അനുഭവസമ്പത്തിന്റെ മൂർച്ചയിൽ വാർന്നു വീണ ഈ കൃതി മലയാളി വായനക്കാർക്ക് വ്യത്യസ്തമായൊരു വായനാനുഭവം സമ്മാനിക്കും. പുസ്തകം പ്രധാന ഷോറൂമുകളിൽ ലഭ്യമാണ്. നേരിട്ട് വാങ്ങാൻ പറ്റാത്തവർക്ക് തപാലിലും മറ്റും കൊറിയർ ലഭിക്കുവാനും പ്രസാധകർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്.